ഗൈസ്, കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു. എല്ലാവർക്കും ഈദ് മുബാറക്. നമ്മളെ ഈദായിട്ട് നമ്മളുടെ ഈദ് മുബാറക് ഡ്രസ്സ്, പെരുന്നാളായിട്ട് ഒരു ഡ്രസ്സൊക്കെ ഇങ്ങനത്തെ ഷർട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ നമ്മളെ ഈദ് വ്ളോഗാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോണത്. അപ്പോൾ നിസ്കാരം തുടങ്ങാനായിക്കട്ടെ. നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് നേരത്താണ് അപ്പം നമ്മൾ പോകാൻ വേണ്ടി പോയിട്ടാ. ഇപ്പോൾ പള്ളിയിലെത്തിയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും കാണുന്നു വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. റെഡിയല്ലേ ഫോട്ടോ എടുക്കണ്ട. ആശറിന്റെ ഏത് ഡ്രസ്സ് ഇടില്ല നിങ്ങള്? അങ്ങനെ നിസ്കാരം പരിപാടികളെല്ലാം തീർന്നിരിക്കുന്നു. നമ്മൾ എല്ലാ വർഷവും ചെയ്യണ പോലെ തന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകട്ടെ. അതിൻ്റെ മുന്നോടിയിട്ട് ആദ്യം പോയിട്ട് ചായ അടിക്കട്ടെ. ഈദ് മുബാറക്, ഈദ് മുബാറക്, ഹായ്. അപ്പോൾ ആദ്യം പോയിട്ട് ചായ അടിക്കട്ടെ, എന്നിട്ട് എവിടെയെങ്കിലൊക്കെ പോകണം. ചിലപ്പോൾ ശ്രീരാഗ് വരും എന്നറിയുന്നുണ്ട്. ശ്രീരാഗിനെ വിളിച്ചിട്ട് ശ്രീരാഗ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈദ് മുബാറക്. ഇല്ല ഞങ്ങളെ എടുക്കണില്ല, പോരെ ഞങ്ങളെ വീഡിയോ എടുക്കണില്ല. ഈദ് മുബാറക്. നമ്മളെ ചെക്ക പേടിക്കോ. ഈദായിട്ട് 2 ദിവസം 3 ദിവസമായിട്ട് മഴ പെയ്തിട്ട് ചേട്ടാ. ഇന്ന് മഴ പെയ്യൽ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ ചെയ്യുമ്പോഴേക്കും മഴ പെയ്യും. സൂര്യനിലേക്ക് ഫോട്ടോ ഒരു ക്ലാരിറ്റി കിട്ടൂല. ഈദ് മുബാറക്. ഈദ് മുബാറക്. നമ്മളെ യൂട്യൂബിലുള്ള എല്ലാവർക്കും ഈദ് മുബാറക് വിഷ് ചെയ്ത. ഈദ് മുബാറക്. ഈദ് മുബാറക് പറയും. അപ്പൊ എല്ലാ ഹൃദയങ്ങൾക്കും അബി ബ്ലോഗ്സിന്റെ ഹൃദയം നിറഞ്ഞ എന്റെയും ഈദ് മുബാറക്. ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. എവിടാ? ഹലോ, ഈദ് മുബാറക് റോഷൻ. ഈദ് മുബാറക്, ഈദ് മുബാറക്, ഈദ് മുബാറക്, ഈദ് മുബാറക്. ഇവനെന്നെ എപ്പോ കാണുമ്പോൾ കൂടുതലായിരിക്കും. ഏതാ ഡാൻസിലാ? ജീട്ടിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോട്ടാ. റോഷൻ അത് എടുക്കാൻ വേണ്ടി പോകുന്നു. റോഷൻ നമ്മളെ ടീംസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ടീംസുകളൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. എല്ലാവരും പോയിരിക്കുന്നു. നോൺലി ന്യൂരിഷത് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. കുറേ ടീംസുകൾ ഉണ്ടായിരുന്നാണ്. അപ്പം എല്ലാവരും പോയിരിക്കുന്നു. എന്താ പോണ നമ്മളെ കുടുംബം. അതിൻ്റെ സൗണ്ടൊക്കെ അങ്ങനെ ഫോട്ടോ എടുക്കലും പരിപാടികളും എല്ലാം തീർന്നിരിക്കുന്നു. അങ്ങനെ കുറച്ച് എല്ലാ വർഷത്തെ പോലെ ഈ വർഷം ഒരു വെറൈറ്റി ഫോട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി പോയിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കട്ടെ, ഇതൊക്കെ ഒന്ന് സ്റ്റാറ്റസ് എടുക്കട്ടെ, എന്നിട്ട് പിന്നെ കാണാം. പിന്നെ വൈകുന്നേരം എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകണം, പ്ലാനിങ് ഉണ്ട്. ഹായ്, ഈദ് മുബാറക്. ഈദ് മുബാറക്, ഈദ് മുബാറക്, ഈദ് മുബാറക് പറയാ പോണുണ്ട്. അടിപൊളി ഷർട്ട്, അടിപൊളി പറഞ്ഞതിനെക്കാട്ട് സുന്ദരം കാണാൻ. എല്ലാരും പറഞ്ഞിടന്ന് ഗൈസ്. എല്ലാ വർഷവും അനസിനോട് പറയും പെരുന്നാളാവുമ്പോ എന്താ പറയല്, ഒന്ന് കൂടും വയ്ക്കും. ഇതുവരെ നടന്നിട്ടില്ല. ഈ പെരുന്നാളിനാണ് നടന്നത്. വലിയ പെരുന്നാളാകാൻ വേണ്ടി കാത്തിരിക്കുക ഞങ്ങള്. പിന്നെ ഞങ്ങൾ പോയിട്ട് കുറച്ച് ഫോട്ടോ എടുക്കട്ടെ. ഞങ്ങളൊന്ന് കൂടിയിട്ട് കുറച്ച് ഫോട്ടോ എടുത്തിട്ട് വരാം. അമ്മേ നമ്മളിപ്പോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി തിരൂരെത്തിക്കണ്ട. ഏതാ മിറർ എന്നറിയും. ഇവിടെ അനസാ നിൽക്കുന്നു, ശ്രീരാഗ നിൽക്കുന്നു. ഞങ്ങളങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് വന്നിട്ട് ലാസ്റ്റ് ഒരു ചായയും ഒരു ക്യാപ്പിച്ചിനും ഒക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട്. റെഡിയല്ലേ? റീൽസ് ഉണ്ടാക്കാം. നല്ല വീഡിയോ ഇട്ട്. അതിനായിട്ട് വീഡിയോ അടിപൊളിയല്ലേ? കണ്ട വീഡിയോ അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ടാ. കുടിക്കും. ഇതൊരു ഫോട്ടോ ഒക്കെ ഞങ്ങൾക്ക് മേടിച്ചാണ് ഗൈസ്. അപ്പോൾ ചായ പോലെ കുടിച്ചിട്ട് ഫോട്ടോ ഇട്ടില്ല.
ഇനി കുറച്ചും കൂടെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പോകട്ടെ. പുറത്തുനിന്ന് കുറച്ചും കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് ബുളാനസിനെ സംതൃപ്തിപ്പെടുത്തിയിട്ട് നമ്മളിന്ന് ഇവിടുന്ന് പറഞ്ഞേക്കോളൂ. ഒരു 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫോട്ടോ കാണുമ്പോഴല്ലോ ഭയങ്കര സന്തോഷം. അല്ല നമ്മൾ ഇങ്ങനെയൊക്കെ സമയങ്ങൾ കഴിച്ച് പോയെന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അത് ശ്രീരാം. ഇത് രണ്ടും എൻ്റെ പാർട്ട്നേഴ്സാണ് ഗൈസ്. രണ്ടാളിങ്ങനെ മാറി മാറി വരും. ഇടയ്ക്ക് കുറച്ച് കാലം ഉണ്ടാവും, കുറച്ച് കാലം ഉണ്ടാവും. ഇപ്പം അനസാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്രീരാഗിന് പുതിയൊരാളെ കിട്ടിയിരിക്കണം, അഭിഷേക്. അപ്പോൾ ഓൻ്റെ കൂടാണ് അനസ. കിട്ടിയ ചാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ജിന്നെ നോക്കി വിടുന്നുണ്ടല്ലേ. കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാ. അതെ, കമ്പനിക്കാരെ അങ്ങനെയൊക്കെ പറയണം. പക്ഷെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് സംതൃപ്തി ആയിട്ടില്ല എപ്പോഴും. പക്ഷെ നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും, 2 ദിവസത്തിനുള്ളിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ, ഇഷ്ടമായ ഇതങ്ങോട്ട് അടിച്ചു പഠിക്കണ്ട. ശ്രീരാഗ് പോരും. നമ്മൾ എൻ്റെ മോനാണ്ട് നോക്കിയ രണ്ടാമത്തെ ഡയലോഗ് തട്ടിപ്പോണ് പറയട്ടാ. അപ്പോൾ ഈദ് മുബാറക്ക് വീണ്ടും. അപ്പോൾ തിരിച്ചറിഞ്ഞ സ്ഥലത്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈദ് മുബാറക്ക്. അപ്പം എന്തായാലും അടിച്ചു പൊളിച്ച് 4 ട്രിപ്പും അല്ലേ. അതെ അതെ, ഇതേപോലത്തെ ഭാഗ്യം ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓക്കെ, ഈദ് മുബാറക്ക് ഗൈസ്. ഇന്നത്തെ സ്പെഷ്യലാണത്. നമുക്ക് സ്പെഷ്യൽ അതിഥിയുണ്ട്, ശ്രീരാഗ്. യെസ്, നമ്മളെ സാധാ ചോറോട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. ബിരിയാണി ഒക്കെ ഞങ്ങൾക്ക് അറിയില്ല ഗൈസ്, അതുകൊണ്ടാണ് സാധാ ചോറിൽ നിൽക്കുന്നത്. അടുക്കള കയറി ഉണ്ടാക്കിയ അടുത്ത ചേച്ചി അമ്മയും കൂടെ ഓക്കെ. കുറച്ച് പാർസൽ ഉണ്ടേ. അതെ, ഒറ്റക്കും ജീവിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇതിടെ ഓരോ സാധനങ്ങളിടെ. സിനാൻ ജാസിർ, പെരുന്നാൾ അവസാനിക്കാനായിരിക്കുന്നു. ജാസിറിന് നല്ലൊരു വ്യൂ പോയിന്റ് ഞാൻ കൊണ്ടുപോകണേ. ജാസിർ ഞെട്ടിയിരിക്കും. പെരുന്നാൾ കാഴ്ചത്തിന് വലുതുണ്ടാവില്ല, അത്രയും വരത്ത് വ്യൂ പോയിന്റ്. ജാസിർ ജാസിറിനോട് പറയുകയും ചെയ്യും, ഹബീബ് കൊടുക്കുന്ന സ്ഥലം അടിപൊളിയാണ്. പാട്ട് സെറ്റ് വന്നിട്ടല്ലേ. എങ്ങനെ ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ, ഒറ്റ പ്രാവശ്യം കൂടെ. പുതിയ നിയമമാര് പറഞ്ഞാണ് പോയി. ആ സൈഡിൽ കൂടെ എന്താണോ പറയുക, ആ സൈഡിൽ കൂടെ വരുമ്പോ ഈ മലക്ക് വേറെ പേര്, ഈ സൈഡിൽ നിന്നാകുമ്പോ ഈ സൈഡിൽ കൂടി വരുമ്പോ ഇവിടെ വേറെ പേര്. നമ്മൾ വിചാരിച്ചാൽ പുതിയതായിട്ട് പറയാം, ഇതാ റീൽസ് കണ്ടിട്ട് പറയാണ്. ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാടുകള്, കണ്ടൽ കാടുകള്, അവന് അവിടെ അങ്ങനെ ഇന്നാലിപ്പത് എന്താ ചുറ്റിലെ ആളുകളാണല്ലോ. പറ്റിയിട്ട് 2 വാക്ക് പറയും പെരുന്നാളിനെ പറ്റിയിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാള്? ഒരു വലിയൊരു ഇതാണ്, എല്ലാവർക്കും കിട്ടുന്ന ഇതല്ല ഇത്. പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു തീർച്ചയായും? പെരുന്നാൾ മാസ് നാട്ടിലത്തെ പെരുന്നാളാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടിലത്തെ പെരുന്നാൾ മാസം. നമ്മളിപ്പോ കാവുമ്പുറത്തായിട്ടുള്ള പള്ളിക്ക് പോയിട്ടുള്ള നിസ്കാരം, അത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് പെരുന്നാൾ. ഫാമിലിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ, അതൊക്കെ ഒരു വൈബാണ്. അതൊക്കെ നമ്മൾ ആഘോഷിക്കാതെ പോകരുത്. ഗിറ്റാർ വായിക്കാൻ വേണ്ടി പോണ്. സംഗതി തന്നെ. ഇതൊന്ന് പാടിക്കാ. ബാറ്ററി അടിച്ചാണ്ടോ വന്നാ പോയിട്ട് ആ ബാറ്ററി ഉണ്ട്. ഇന്ന് ബ്ലോഗ് 10 അടിക്കും. ഓക്കെ, പാട തുടങ്ങാം. സൗണ്ട് വരുന്നേ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? മമകിനാക്കൾ കോർത്തു കോർത്തു ഞാൻ നിനക്കൊരു മാല തീർത്തു, ഞാൻ നിനക്കൊരു മാല തീർത്ത് പ്രണയമഴയുടെ നൂലിന. എടാ മറ്റേതല്ല വണ്ടി,
ലോങ് അങ്ങനെ എടുക്കണ അത് അതല്ല, അത് യൂട്യൂബിൽ വേണ്ടിട്ടാ. അപ്പൊ നല്ല സൗണ്ട് വരും. ഓക്കെ അപ്പൊ പാട്ടിന്റെ സൗണ്ട് ഇത് കിട്ടൂല. ഓക്കെ ഇജ് പോണ്ടല്ലേ ഞാനോ പാടും. ഒന്നല്ല സാധനത്തിന് അന്തസ് ഉണ്ടായി കളയരുത്. ജാസിർ എന്ന കലാകാരനെ വേണ്ടി തളർത്തിയിട്ട് കുപ്പിയിലാക്കണത് ജന്ത് പണിയാണ് കാണിച്ചത്. ഞാൻ ഈ സാധനം അടിച്ചു പൊളിച്ചു പാറ ആര് വായിക്കുന്നുണ്ട് കൊടുന്നത്? ഞാൻ വായിക്കുന്നത് വെച്ചതിന് ബാറ്ററി ഇടാൻ പറഞ്ഞു ഇല്ലേ? സംഭവം ബാറ്ററി ഇടാത്തോണ്ടാണ് പ്രശ്നം മൊത്തം. അല്ലെങ്കിൽ ഇവിടെ ഒക്കെ ആളായി, നമ്മള് ചുറ്റും ആളായി ഫുള്ള് ആളാവും. ആ ബാറ്ററി ഇടാതായിട്ട് വരുമ്പോ ബാറ്ററികൾ ഉണ്ടാകും ലിസ്റ്റ്. ഇതും പരിപാടികളെല്ലാം ഇതവിടെ അവസാനിക്കാൻ വേണ്ടി പോട്ടെ. നമ്മളിപ്പോ ഒരു ചായ അടിച്ച് പിരിയാൻ വേണ്ടി പോവാണ്. വൈൻഡപ്പ് ചെയ്യാം. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ആരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ജാസിന്റെ പാട്ടും കൂടെ ആയപ്പോ അനക്കോ വളരെ വലിയൊരു ഇതായി. എങ്ങനെ ഇവ 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് ഗൾഫിൽ പോകണം. ഇവനിതെല്ലാം മിസ് ചെയ്യും. അപ്പൊ അതിനു വേണ്ടി നമ്മള് ഈ ദിവസങ്ങളിൽ നമ്മൾ ഇതിനു വേണ്ടി ജീവിക്കണം. ഇതൊന്നും എനിക്ക് വേണ്ടിയിട്ട് ഇതെന്താ സാധനം? ചിക്കൻ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നു. ഫുള്ള് ചായ കുടി കേട്ടോ. പക്ഷെ ഇപ്പൊ പ്രവാസി ഔട്ടാ. സുന്ദരൻ സുന്ദരൻ ആരാണ്? ഇജന്നെ വേറെ ആരാ? ഇർഷാദ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മളെ റമദാനും കാര്യങ്ങളൊക്കെ? ഇന്ന് സെറ്റാണ്. കാരണം അന്ന് നമ്മള് കാണാത്തൊരു സ്ഥലമാണ്. പിന്നെ പാട്ട് പാടി അതൊരു 1.5 പാട്ടായിരുന്നു. സൺസെറ്റ് കണ്ടു, ചായ കുടിച്ചു. പിന്നെ മറ്റേ വളാഞ്ചേരി ആ ഹൈവേ പാലം, അതിന്റെ സെൻട്രലെത്തിയ സമയത്ത് ആകാശം മുട്ടി നിൽക്കിയ സമയത്ത് നല്ല മഴയാണ്. ആകാശത്തിലൂടെ പോണ പോലെ ബൈക്കിലാ മഴയത്ത് പോകുമ്പോ ആകാശത്തിലൂടെ പോകുന്ന പോലെ. ഈ ഒരു അവസരത്തിൽ നാട്ടിൽ നിന്ന് പോവല്ലേ, വീട്ടിൽ പ്രവാസി ചെയ്യാൻ വേണ്ടി പോവല്ലേ, എന്താണ് എനിക്ക് ഈ ഒരു വെക്കേഷനിൽ കിട്ടിയത് ഏറ്റവും നല്ലൊരു മൊമെന്റ് പറയും? ഇതിന്റെ കളികൾ ദുബായിലായിരുന്നു. ഇവിടുന്ന് നടന്നില്ല. അടുത്ത വരവിൽ നമ്മളെന്റെ കല്യാണം എക്സ്പെക്ട് ചെയ്തിട്ടാ. നല്ല അതെ കല്യാണം 3 ലക്ഷം വെച്ചിട്ടായിരിക്കും. ഒരു പ്രത്യേക ആംബിയൻസിൽ സെറ്റ് ചെയ്യും. ഈ സൈഡിലെ മ്യൂസിക്